എങ്ങനെയുണ്ട് സാറേ? കൊള്ളാം. നമുക്ക് വേണ്ട എല്ലാ സാധനവും ഉണ്ട്. നമുക്ക് അത്യാവശ്യം വേണ്ട കിണർ, 2 തട്ടുള്ളായിട്ടുള്ള വീട്. അതാണ് ഇത് നമ്മളിവിടെ കണ്ടതിൽ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള 2 തട്ടുള്ള വീടാണ്. പിന്നെ കിണർ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ആ ഇലപ്പൊഴിഞ്ഞ മരം കണ്ടോ? അതെ. അതിന്റെ മുകളിൽ നിന്നാണ് കൂമൻ കരയേണ്ടത്. അപ്പൊ കൂമൻ കരയുന്ന ദിവസം കൂമൻ വേണമല്ലോ. വേണ്ടി വരും. സാറേ നമസ്കാരം. നമസ്കാരം സാറേ. നമസ്കാരം. കുഴപ്പമില്ല, ഒരു പരുവത്തിലൊക്കെ ഒപ്പിച്ചെടുക്കാം. അതെ സാറേ, ഈ മമ്മൂട്ടിയും ഗുണ്ടകളായിട്ടുള്ള ഫൈറ്റ് ഇവിടെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല എടുക്കാലോ, നല്ല സ്ഥലമുണ്ടല്ലോ. അത് കുഴപ്പമില്ല, നമുക്ക് പുറത്ത് വെച്ചെടുത്തിട്ട് ഇവിടെ വെച്ച് എഡിറ്റ് ചെയ്ത് ചേർക്കാം. അല്ല മമ്മൂക്ക ഈ ലൊക്കേഷനിൽ അദ്ദേഹം ഉണ്ട്, പിന്നെ ഭാവന ഉണ്ട്, അനൂമേനോനുണ്ട്, ഹർഷി അശോകനുണ്ട്, കുഞ്ചാക്ക ബോബനുണ്ട്. മമ്മൂട്ടിയുടെ മറ്റേ എല്ലാ ആളുകളുടെ ഞങ്ങളെ ഒരു ഫോട്ടോ അതിവിടെ വരുമ്പോ എടുക്കാമല്ലോ. പിന്നെ പൃഥ്വിരാജ് വരൂ. പൃഥ്വിരാജ് ഈ ലൊക്കേഷനിൽ ഇല്ല. അല്ലെ നമുക്ക് ഇത് എല്ലാവർക്കും കൂടെ കഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഇതല്ലേ. അപ്പൊ നമ്മളെ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളെല്ലാം ഇവിടെ വരും. ഏതായാലും ഈ പറഞ്ഞവരെല്ലാം ഇവിടെ എന്തായാലും എന്താ സാറേ? സാറേ, ഈ ഗ്രില്ലൊരു പ്രശ്നമാണല്ലോ. കുഴപ്പമില്ല, നല്ല സ്ട്രോങ് ആ. അല്ല ഗ്രില്ല് സ്ട്രോങ്ങാ, പക്ഷെ നമ്മുടെ കഥയ്ക്ക് പറ്റൂല. ഇത് ഈ ഗ്രില്ല് കംപ്ലീറ്റ് മാറ്റേണ്ടി വരും. ഗ്രില്ല് ഫുള്ളായിട്ട് മാറ്റേണ്ടി വരും. പിന്നെ ഈ ടൈൽസ് ഉണ്ടല്ലോ, ഇത്ര ഈ ഭാഗം, ഈ ടൈൽസ് മൊത്തം ഒട്ടങ്ങളാക്കി മാറ്റണം. ഈ ടൈൽസ് ഇവിടെ മാറ്റേണ്ടി വരും. അല്ല ടൈൽസ് മാറ്റേണ്ടി വരും. പിന്നെ അതാ ഈ സിമന്റ് ഇതുണ്ടല്ലോ, ഇത് എടുത്തങ്ങ് മാറ്റേണ്ടി വരും. അല്ല ടൈൽസ് പഠിക്കാണ്ട് ഈ കഥയുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഈ വീട് ഒരു കച്ചട ലുക്ക് ഉണ്ട്. ഇത് നല്ല ഒരു ഗ്ലാസ് എന്തെങ്കിലും ഗ്ലാസ്. സാറേ ഇത് നോക്കി കഥ ഈ ഇത് തടിയാണ്, മരത്തിന്റെ നല്ലതാണ്. പക്ഷെ നമ്മളെ സബ്ജക്റ്റിന് പറ്റൂല. പിന്നെ ഇത് അതുകൊണ്ട് അത് മാറ്റി, അല്ല അത് കളയല്ല, അത് മാറ്റി വെച്ചിട്ട് ക്ലാസ് ഇടേണ്ടി വരും. വേറെ ഇതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഇത്രയൊക്കെ ഉള്ളൂ. അല്ല അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അതെ അത് സാറേ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അതൊരു ബുദ്ധിമുട്ടാവും. അത് ആരാ ചെയ്യണതൊക്കെ? അല്ല ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യും. അല്ല ആര് ചെയ്താലും ഇത് നമ്മളാളെ വെച്ച് ചെയ്യും. അത് വേണ്ട ഇത് ബുദ്ധിമുട്ടാവും സാറേ, ശരിയാവില്ല. അല്ല എന്താണ് ഇത് കുത്തി പൊളിച്ചിട്ട് ടൈൽസ് ഇട്ടാ ഗുണല്ലേ? ഈ പലക മാറ്റിട്ട് ഗ്ലാസ് ഇട്ടാ ഗുണല്ലേ? അല്ലാതെ ഈ ഗ്രില്ലൊക്കെ പാടെ ഇടിച്ചു പൊളിച്ച് കളഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അതിനു വേണ്ടി ചെലവാക്കേണ്ടി വരും. ഈ ഗ്രില്ല് നിങ്ങൾ പൊളിച്ചു മാറ്റി കഴിഞ്ഞാലേ ഇത് ലാസ്റ്റ് പോകുമ്പോ ഇതുപോലെ ഫിറ്റ് ചെയ്ത് തരില്ലേ? അതൊന്നും നിങ്ങൾ പേടിക്കണ്ട. നമ്മൾ ഇവിടെ ഇറങ്ങുമ്പോ പഴയ പോലെയാക്കി നമ്മൾ തരും. പിന്നെന്താ? അല്ല അതെന്താ സിനിമാക്കാര് ഇതൊക്കെ ഇങ്ങനെ നമ്മള് ഷൂട്ടിങ്ങിന് 2 ദിവസം മുമ്പ് ഈ സാധനം കംപ്ലീറ്റ് എടുത്ത് മാറ്റും. ഷൂട്ടിങ് കഴിഞ്ഞോടുകൂടി ഇതെല്ലാം എടുത്തൊക്കെ വെച്ച് അതൊക്കെ എന്താ രാഗങ്ങൾ ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് അങ്ങനെ പറയും. തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മൂട് അടിയാൻ പോകും. അത് ശരിയാവില്ലേട്ടാ. ഞാൻ പറഞ്ഞില്ലേ അതൊരു കുഴപ്പമില്ലാണ്ട് ചെയ്യും. സിനിമാക്കാരെ വിശ്വസിക്കാം. ഞാൻ ഒരു സാറേ അതെ ഈ പൊളിക്കണ സംഭവം അവിടെ വെച്ച് എടുത്തൂടെ എന്റെ വീട്ടിൽ വെച്ച്? അല്ല അതല്ല ഈ ഭാഗം കറക്റ്റാ, അത് പൊളിക്കേണ്ട കാര്യമില്ല. കിണറും ഇത് നമുക്ക് പറ്റിയ കഥയ്ക്ക് പറ്റിയ ലൊക്കേഷൻ അതാണ്. പക്ഷെ ഈ സാധനത്തിന്റെ ഒരു പ്രശ്നത്തിലാണ് നമ്മൾ പൊളിച്ചോട്ടെ. ഇനിയിപ്പോ എന്താ പ്രശ്നം? ഒരു കാര്യം ചെയ്യാൻ പറ്റും. നമുക്കൊരു നമ്മളിപ്പോ പറഞ്ഞ പൈസ ഉണ്ടല്ലോ, അതൊക്കെ ഒരു 2 ലക്ഷം രൂപ കൂട്ടി തരാൻ പറ്റും. അതൊക്കെ നമ്മാവനായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്മോൾ ബഡ്ജറ്റ് ഫിലിമാണ്. പ്രൊഡ്യൂസർ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് പേരിലാണ് മമ്മൂട്ടി അഭിനയിക്കാൻ നേരിട്ടുള്ളത് തന്നെ. ഇവര് പ്രൊഡ്യൂസറും മമ്മൂട്ടിയായിട്ട് നല്ല ഫ്രണ്ട്സാ. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് അർത്ഥം. എന്നാ പിന്നെ ഒരു കാര്യം ചോദിച്ചു, ഈ മമ്മൂട്ടി സാറിനോട് ചോദിച്ചിട്ട് പൊളിക്കാതെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പറ്റും? അയ്യോ അതല്ല, ഇത് ഈ പൊളിക്കാതെ ചെയ്യാൻ പറ്റുന്നത് ഇതിന്റെ സബ്ജക്റ്റിന് ഈ കഥയ്ക്ക് പറ്റിയത് ഇത് പൊളിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് അമ്മ ഒന്ന് പറഞ്ഞു. അതെ മമ്മൂക്ക വരെ ഇവർക്ക് സഹകരിക്കാന്ന് പറഞ്ഞു. വിശ്വസിക്കാം, ഇവരെ റെഡിയാക്കി തരും. ഞാനല്ലേ പറയുന്നത്. അല്ല കണക്ക ഇനി ഇത് പൊളിക്കാത്തോണ്ട് ഒരു സിനിമ പൊളിഞ്ഞു പോയി എന്നുള്ളൊരു ഇത് വരണ്ട. അതാണ് പൊളിച്ചോ. എന്നാ പിന്നെ ശരി സാറേ.
പിന്നെ ആ എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പിന്നെ കെട്ടി തരണേട്ടാ നിങ്ങൾ ഷൂട്ട് കഴിഞ്ഞ് ഇപ്പൊ പോകും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് നമ്മളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതന്നെ കെട്ടുക നമ്മള് സന്തോഷമായിട്ട് കഴിഞ്ഞിട്ട് പൈസ എല്ലാം തന്നിട്ട് ഞങ്ങൾ പോവാ. പിന്നെ വളരെ റിലീസിന്റെ ഒപ്പം എല്ലാരും കൂടെ ഒരെണ്ണം കാണാം. ഇതിപ്പോ ആരാ ഡയറക്ടർ? അല്ല ഡയറക്ടർ പുള്ളിയാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ സാറേ, നമുക്ക് ഈ എന്തെങ്കിലും കുറച്ച് പൈസ അങ്ങനെ അഡ്വാൻസ് ആയിട്ട് തരാൻ പറ്റുമോ? പൈസയുടെ അഡ്വാൻസിന് എല്ലാ കാര്യവും അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അളിയാ അവര് മുഴുവൻ കാശും തരാതിരിക്കുമല്ലോ. ഇതൊന്നും മിണ്ടാതിരിക്കണം. കനക കാശിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ പറഞ്ഞ കാശ് അവരെനിക്ക് തരും, അത് മുഴുവൻ ഞാൻ നിന്നെ ഏൽപ്പിക്കും. അയ്യോടാ, അത് മുഴുവൻ അവനെ ഏൽപ്പിച്ചാൽ എങ്ങനെയാ? അമ്മയുടെ കയ്യിൽ കൊടുത്തോ? ശ്ശേ, ഈ നാത്തൂര് എന്താ? അത് ഏട്ടൻ മേടിച്ചോട്ടെ. വേണ്ട, ഏട്ടൻ മേടിക്കണ്ട, അത് അമ്മയുടെ കയ്യിൽ കൊടുത്താ മതി. ഇപ്പൊ ഇവിടെ സിനിമാക്കാര് വരണം, ഇങ്ങനെ കാണിച്ചിട്ട് വരട്ടെ. നിങ്ങൾ എന്താ കാണിക്കുന്നത്? മമ്മൂട്ടിക്ക് ഒരു മാസം വന്ന് താമസിക്കേണ്ട സ്ഥലം അത്. നിങ്ങളുടെ സ്വഭാവം കണ്ട ഒരു ഫസ്റ്റ് ദിവസം എടുപ്പൂ. കാശ് കളയാൻ നോക്കല്ലേ? സാറേ അവർക്ക് കുഴപ്പമില്ല. അപ്പൊ എല്ലാം ഓക്കെ അല്ലേ? അതെ അതെ. അപ്പൊ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. എപ്പോ വേണം ഷൂട്ടിംഗ് കൊടുക്കാം. ശരി എന്നാ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ പിന്നെ യാത്രയില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ. സന്തോഷം. നമുക്ക് ബാക്കിലുണ്ട്. അല്ല സാറേ, ഒരു കാര്യം എടാ, നീ പോയാൽ എങ്ങനെയാടാ? എന്തേ? അല്ല ഇവിടെ ഒന്ന് കാര്യമൊക്കെ പറ. എനിക്ക് ഒരുപാട് തിരക്കുണ്ട്. അതിൽ ഇടയ്ക്ക് ഒരു നല്ല കാര്യം ലഭിച്ചിട്ട് വന്നാ ഞാൻ. അതെ അമ്മാവാ, അഡ്വാൻസ് ആയിട്ട് ഒരു 2000 റുപ്യെങ്കിലും ചോദിച്ചു. ഈ 2000 റുപ്യ തെറ്റിച്ച് വേണ്ട കുടുംബത്തെ അരി മേടിക്കാൻ. നാളെ കെടുത്തിട്ട് പോവാൻ നോക്കടാ. ഞാൻ പിന്നെ അപ്പുറം ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. സാറേ, ഞാനും ഷൂട്ട് ചെയ്യാതെ ഇവിടുന്ന് പോയിട്ടുണ്ട്. ഇതിനെ തല്ലിയാ കുഴിഞ്ഞ്. അതന്നെ എന്താ അഡ്വാൻസ് ചോദിച്ചാലേ 2000 രൂപ നീ അഡ്വാൻസ് ചോദിക്കുന്നത്. എന്തെങ്കിലും വാങ്ങിച്ചൂടെ? അവന് പൈസ തരും. ഇപ്പൊ ഇവിടെ മുന്നൂറ്റി തരും. അമ്മ നാലോചിക്ക് നമ്മുടെ സ്വന്തം വീട്ടില് നമ്മുടെ സ്വന്തം പോലെ സിനിമ നടന്മാരൊക്കെ കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ല. അല്ല, ഇവിടത്തെ ഈ ബഹളമൊന്നും സാർ കാര്യമാക്കണ്ട. അതൊരു കുടുംബാവുമ്പോ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. അല്ല നമ്മൾ ഈ വാടകയുടെ കാര്യം പറയുമ്പോഴാണ് ഒരു പ്രശ്നമാണത്. ഇപ്പൊ 10000 രൂപ വെച്ചിട്ട് 30 ദിവസത്തേക്ക് 3 ലക്ഷം രൂപ ആവുമല്ലോ. അതിപ്പോ എങ്ങനെ കൊടുക്കും എന്നുള്ളതാണ് ഞാൻ ഇത്. അല്ല, അത് എന്താണെന്നറിയാം, ഈ തങ്കത്തിന്റെ ഭർത്താവുണ്ട്. അയാൾ എന്നോട് പറഞ്ഞത് ഒരു ദിവസം 15000 റുപ്യ വെച്ച് വേണമെന്നാണ്. അതൊന്നും നടക്കുന്ന കാര്യമില്ല. അല്ല, അതറിയാം. അപ്പൊ ഞാൻ 10 വെച്ച് പറഞ്ഞത് അവര് സമ്മതിക്കട്ടെ വെച്ചിട്ടാണ്. അല്ല ഞാൻ ഇത് കഴിഞ്ഞ് കഴിയുമ്പോ യഥാർത്ഥ വാടകയുടെ കാര്യം പറയുമ്പോ നമുക്ക് അടി കിട്ടും. അല്ല, സാർ അത് പേടിക്കണ്ട. എന്തൊക്കെ ആയാലും അമ്മാവിനോട് സ്നേഹമുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ. അല്ല അമ്മാവനോട് സ്നേഹമുണ്ട്, നമ്മുടെ സ്നേഹം കാണൂല്ലോ. അത് പേടിക്കണ്ട. അത് ഞാൻ പറഞ്ഞ പോലെ ചെയ്യും. സാർ ഞാൻ പറഞ്ഞത് തന്നാ മതി. അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തു. ശരി ശരി ശരി. പിന്നെ എന്റെ കാര്യത്തില് അഭിനയിക്കും നേരത്തെ പറഞ്ഞിട്ടില്ലേ? മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ? അഭിനയിച്ചിട്ടുണ്ടോന്ന് സാർ ഈ പാരിജാത പുഷ്പം എന്ന് കേട്ടില്ലേ? ഇല്ല ഇല്ല. ഞാൻ ആദ്യമായിട്ട് 17ാമത്തെ വയസ്സിൽ അഭിനയിച്ച നാടകമാണ്. അന്ന് നമ്മുടെ അച്ഛൻ പോലും ജനിച്ചിട്ടൊന്നും അറിയില്ല. ആ നാടകത്തിൽ ഞാനായിരുന്നു നായകൻ. മരുതൻകുഴി പൊന്നപ്പനായിരുന്നു അച്ഛൻ. പിന്നെ പേരൂർക്കട വാസുദേവനായിരുന്നു നായകൻ. നായിക പേരൂക്കട വാസുദേവൻ. അതെന്താ അറിയോ സാറേ, അന്നത്തെ കാലത്ത് ഈ നടികളൊന്നും അങ്ങനെ അഭിനയിക്കാൻ പറ്റില്ല. അപ്പൊ കാണാൻ കൊള്ളാവുന്ന ആണ് തന്നെയാണ് പെണ്ണുവേഷം കെട്ടുക. ആ നാടകം കഴിഞ്ഞപ്പോഴല്ല കാണികൾ മൊത്തം എന്നെ വന്നങ്ങോട്ട് പോകണം. തല്ലാനാ? അല്ല സാറേ, തലോടാൻ, അഭിനന്ദിക്കാൻ. ആ നാടകത്തിലൊരു ഡയലോഗ് ഉണ്ടല്ലോ, അതിപ്പോഴും കേട്ടാൽ രോമങ്ങനെ എണീറ്റ്. എന്റെ അച്ഛന് വേലക്കാരിയിൽ ഒരു ജാരസന്തതി ഉണ്ടാവും. നാടകത്തിൽ എന്റെ നാടകത്തില് ആ അച്ഛനോട് മകൻ വന്ന് പറയുന്നതാണ് സിറ്റുവേഷൻ, സന്ദർഭം. അതെ. ആ ഡയലോഗ് ഞാനൊന്ന് പറയാം. യുഗയുഗാന്തരങ്ങളായി മണ്ണടിഞ്ഞു പോയാലും ഒരിക്കലും നശിക്കാത്ത ആത്മബന്ധത്തെ കുറിച്ച് നിന്റെ അച്ഛൻ എന്തറിയാം? കാലത്തിന്റെ കൈവിരലുകൾക്ക് തുടച്ചു മാറ്റാൻ കഴിയാത്ത കണ്ണീർ കായലിൽ ഗതി കിട്ടാത്ത അലയുന്ന ആത്മാക്കളുടെ ഘോരരോദനം അച്ഛൻ കേൾക്കുന്നില്ലേ? ജീവിത നൗകയുടെ ഈ പങ്കായം ഗതി അറിയാതെ എങ്ങോട്ടാണ് അച്ഛാ ഈ തുഴയുന്നത്? എങ്ങനെയുണ്ട്? വേറെ ഏതെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ? പിന്നെ ഒരുപാട് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഗായത്രിയുടെ ശബ്ദം, കമ്പി പൊട്ടിയ വീണകൾ, കടൽക്കാക്കയുടെ രോദനം. പിന്നെ മതി 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 മതി. പിന്നെ ഈ സിനിമയിൽ ഒരു നല്ല വേഷം തരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതില് ഹരിശ്രീ അശോകൻ രാത്രി പ്രേതത്തെ കണ്ടിട്ട് പേടിച്ചിട്ട് പ്രേതം പ്രേതം എന്ന് പറഞ്ഞ് ഓടിയിട്ട് വരുന്ന സീനുണ്ട്. അതില് 2-3 ആൾക്കാർ ഇറങ്ങി വന്ന് എന്ത് പറ്റി ചോദിക്കുന്നൊരു നല്ല സീനുണ്ട്. നല്ല സിറ്റുവേഷൻ. അവർ 3-4 പേര് ഏറ്റവും മുന്നിൽ ചേട്ടൻ നിന്നാണ്. നല്ല ശ്രദ്ധിക്കേണ്ട വേഷമാണ്, ചെറുതാണെങ്കിൽ. അവരൊറ്റ സീന് വന്നിട്ട് ഇങ്ങനെ പറയണേ. അതെ അതെ അതെ. അല്ല സാറേ, ഈ ജനങ്ങളെ കരയിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വേഷം. അതിപ്പോ ഈ സാറ് പറഞ്ഞത് കറക്റ്റ് ആയിട്ടൊക്കെ ചെയ്യുമ്പോ ചേട്ടൻ ചെയ്യുമ്പോ ജനങ്ങൾ അങ്ങ് കരഞ്ഞോടും അല്ലേ? സാർ എന്താ പറയുക, ഞാൻ അതല്ല പറഞ്ഞത്. ഈ സിനിമ ആകുമ്പോ അതിൽ ഈ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പാട്ടുകൾ ഉണ്ടാവും. അങ്ങനത്തെ ഒരു സോങ് സീനിൽ മുഴുവൻ അഭിനയിക്കാനോ അല്ലെങ്കിൽ 1-2 ഫൈറ്റ് സീനിലോ അഭിനയിക്കാനോ അവസരം അത്രേ ഉള്ളൂ. സോങ് സീൻ അങ്ങനെയാണെങ്കിലേ ഇതാ വരാ വണ്ടി. ശരി. അല്ല സാറേ, ഞാനുണ്ട്.
versus Alien.